അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവൻ ജീവിതത്തെ പടച്ചവനാണ്, മരണത്തെയും പടച്ചവനാണ്. ജീവിതത്തെ അല്ലാഹു തആല പടച്ചു, അല്ലാഹുവിന്റെ തീരുമാനം. എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ തന്നെ അല്ലാഹു തആല മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെയും നിശ്ചയിച്ചവനാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും ഉത്തമമായ രീതിയിൽ അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരിശോധിക്കുവാനാണ്, പരീക്ഷിക്കുവാനാണ് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും നിശ്ചയിച്ചിട്ടുള്ളത്. അത്ഭുതകരമാണ് സത്യത്തിൽ ഇതിന്റെ ചിന്ത. നമ്മളാരും നമ്മുടെ താല്പര്യത്തോടെ, നമ്മുടെ ഇഷ്ടത്തോടെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നവരല്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ നിയന്ത്രണവും അവന്റെ തീരുമാനവും എത്ര ശക്തമാണ്, അതെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നതറിയാൻ ഈ ഭൗതിക ലോകത്തേക്കുള്ള നമ്മുടെ ആഗമനത്തെക്കുറിച്ചൊരല്പസമയം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ രൂപത്തെക്കുറിച്ചോ, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ, നമ്മുടെ കുടുംബ മഹിമയെക്കുറിച്ചോ, തറവാടിനെ കുറിച്ചോ യാതൊരു സ്വാതന്ത്ര്യവുമില്ലല്ലോ. അതിലൊന്നും നമുക്കിടപെടാൻ. എന്തിനേറെ പറയണം, ഇനി നമ്മുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആണാവണം, പെണ്ണാവണം, നമുക്ക് മകനുണ്ടാവണം, മകളുണ്ടാവണം, മകന്റെ നിറമിന്നതാവണം, മകളുടെ സംസാരം ഈ രൂപത്തിലുള്ളതാകണം. ഇതിലൊന്നും മനുഷ്യരായ നമുക്ക് യാതൊരു ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു നൽകിയിട്ടില്ല. ചിന്തിക്കുമ്പോൾ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ലായി ഹയാത്ത് ആയേ. അല്ലാഹുവിന്റെ തീരുമാനത്തോടെ ജീവിതം നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നു. കവി പറയുകയാണ്, ഖസാലേ ചലീ ചലേ. അല്ലാഹുവിന്റെ വിധി എപ്പോഴാണോ നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നത്, ആ സമയത്ത് നമ്മളെല്ലാവരും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ന അപ്നി ഖുശീ സെ ആയേ ന അപ്നി ഖുശീ ചലേ. സ്വന്തം താല്പര്യത്തോടെയോ ഇഷ്ടത്തോടെയോ തീരുമാനത്തോടെയോ ഈ ഭൂമി ലോകത്തേക്ക് വന്നവരല്ല നമ്മൾ. എന്നതുപോലെ തന്നെ ആ രീതിയിൽ പോകുന്നവരുമല്ല നമ്മൾ. ഇതേറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ രാപ്പകലുകൾ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നമ്മിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന അജലിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും അജൽ, അല്ലാഹു തആല മരണത്തിന് നിശ്ചയിച്ച സമയമുണ്ടല്ലോ, ആ സമയത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ പലരുടെയും ആ ഒരവസ്ഥ നമ്മൾ കാണുന്നു. അവരുടെ സമയം കഴിഞ്ഞു, അവർ മരിച്ചു പോകുന്നു. ചില ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട അജലിന് മുൻപേ നമ്മൾ മരിച്ചു പോകുന്നു. ഏതായാലും ഓരോരുത്തർക്കും റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ആ സമയം വരെ റബ്ബിന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി ഈ ഭൂമി ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, നമുക്കാർക്കും ഇതിൽ ഒരു തീരുമാനവും ഒരു കൈകടത്തലുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്കൊക്കെ വലിയ ബേജാറുള്ളത്, വലിയ പേടിയുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് വലിയ പേടിയുണ്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായ പേടിയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, പൈസയെക്കുറിച്ചുള്ള ആശങ്കകൾ, വീടിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, എല്ലാറ്റിനെക്കുറിച്ചും നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഓരോ ആശങ്കകളുണ്ട്. അതിനും പുറമെ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലുള്ള പേടിയാണ്. വീടിൻ്റെ മതിലുകളിൽ പല സ്ഥലങ്ങളിലും അടയാളങ്ങൾ വരുന്നു, വലിയ ഒരു ഭീതി. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകുമോ എന്നുള്ള ഭീതി, അല്ലേ? ഇങ്ങനെ ഓരോ കാര്യത്തിലും പേടി, ഭയം. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ പൊതുസമൂഹം പൊതുവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, പടച്ചവനെ, ഇതിനേക്കാൾ ശക്തമായി ഞാൻ പേടിക്കേണ്ടതാണല്ലോ ഈ ഭൂമി ലോകത്ത് നിന്നുള്ള എൻ്റെ യാത്ര.
പരലോക ജീവിതത്തിലേക്കുള്ള എന്റെ പ്രയാണം, അതിന്റെ പ്രഥമ കവാടം കടന്ന് മരണത്തിലൂടെ ആഖിറത്തിലേക്കുള്ള എന്റെ ആ യാത്രയെ ഞാൻ ഈ ഭൗതിക ലോകത്ത് ഞാൻ ഭയപ്പെടുന്ന എല്ലാറ്റിനേക്കാളും പേടിക്കേണ്ടയാളാണല്ലോ. പക്ഷെ ഞാൻ പേടിക്കുന്നുണ്ടോ? മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ ഉപദേശിച്ചതായി നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നമാ അന്ത അയ്യാം, നീ കുറേ ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ്. കുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മനുഷ്യ നിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോകുന്നത്. രാവും പകലും കൂടിയ ദിവസങ്ങളാണ് നീയെങ്കിൽ അതിൽ നിന്ന് ഓരോ രാവും പകലും കഴിഞ്ഞു പോകുമ്പോ നിന്റെ വലിയ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോകുന്നത്. നസീറു ഇലൽ ആജാലി ഫീ കുല്ലി ലഹ്ളതി, ഓരോ സെക്കൻഡുകളിലും നമ്മൾ ഇങ്ങനെ നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ആ സമയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വ അയ്യാമുനാ തുത്വാ വഹുന്നാ മറാഹിലു, നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ ചുരുട്ടപ്പെട്ട് നമ്മൾ ആ മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുന്നു. ഒരു ദിവസത്തോട് വിട പറയുന്നു, മറ്റു ദിവസത്തെ സ്വീകരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ഭ്രമണപഥങ്ങളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ദിവസത്തെ തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷി നിൽക്കുന്നതിനെയും സാക്ഷി നിൽക്കപ്പെടുന്നതിനെയും തന്നെയാണ് സത്യം. എന്താണ് സാക്ഷി നിൽക്കുന്നത്? എന്താണ് സാക്ഷി നിർത്തപ്പെടുന്നത്? ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ഒരു വ്യാഖ്യാനം സാക്ഷി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സാക്ഷി നിർത്തപ്പെടുന്നത് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാവുന്ന ഈ പ്രപഞ്ചം മുഴുവനുമാണ്. നബി തിരുമേനി എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. അതിൽ പ്രധാനമായി പറയുന്ന ഒന്ന്, സാക്ഷി എന്നത് മനുഷ്യൻ കാണുന്ന ദിവസമാണ്, രാവും പകലുമാണ്. ഈ സാക്ഷി നിർത്തപ്പെടുന്നവയാകട്ടെ മനുഷ്യനും അവന്റെ പ്രവർത്തനങ്ങളുമാണ്. അല്ലാഹു പറയുന്നു, മനുഷ്യനും അവന്റെ പ്രവർത്തനങ്ങൾക്കും സാക്ഷി നിൽക്കുന്ന ദിവസവും ആ ദിവസം സാക്ഷി നിൽക്കുന്ന സംഗതികളും തന്നെയാണ് സത്യം. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ യൗമിൻ ഇല്ലാ വയുനാദി, ഓരോ ദിവസവും അതിന്റെ സൂര്യൻ ഉദിച്ചുയർന്ന് മനുഷ്യകുലത്തോടാകമാനം ആ ദിവസം വിളിച്ചു പറയുന്നുണ്ട്, അന യൗമുൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്. വഅലാ മാ യഫ്അലു ഫിയ ഷഹീദ്, ഈ ദിവസമാകുന്ന എന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾക്ക് മുഴുവൻ ഞാൻ സാക്ഷിയാണ്. ഫഗ്തനിംനി, അതുകൊണ്ട് മനുഷ്യ എന്നെ നീ ഉപയോഗപ്പെടുത്തണം. ഫലൗ ഗാബത് ശംസി, എന്റെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ലം തുദ്രിക്നി ഇലാ യൗമിൽ ഖിയാമ, പിന്നെ ഖിയാമത്ത് നാൾ വരെ നിനക്കെന്നെ എത്തിക്കുവാൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന്റെ മിടിപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ഒരു മിനിറ്റിൽ 70-ലേറെ തവണ, 72 തവണ സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ
ഹൃദയത്തിന്റെ മിടിപ്പുണ്ടാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോ ഒരു മിനിറ്റിൽ ഇത്രയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഇത്ര, അത് കഴിഞ്ഞൊരു ദിവസത്തിൽ ഇത്ര, ഒരു മാസത്തിൽ ഇത്ര, മനുഷ്യന്റെ ജീവിതത്തിലാകമാനം ആ ഹൃദയത്തിന്റെ മിടിപ്പ് എത്ര എണ്ണം ഉണ്ടാകണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ഭൗതിക ലോകത്ത് യാതൊരു നിലനിൽപ്പുമില്ല. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ ഖായിലതുൽ ലഹു, ആ മിടിപ്പുകൾ യഥാർത്ഥത്തിൽ മനുഷ്യനോട് പറയുന്നത് ഇന്നൽ ഹയാത, മനുഷ്യ നിന്റെ ജീവിതമുണ്ടല്ലോ, ദഖായിഖു വസവാനി, അത് കുറെ മിനിറ്റുകളും കുറെ സെക്കൻഡുകളുമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനായ അല്ലാഹുവിന്റെ വലിയ ഔലിയാക്കളിൽപ്പെട്ട വലിയ ഒരു വലിയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന വലിയ ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ പൂർവകാല ജീവിതം ഏറ്റവും ദുഷിച്ച ജീവിതമായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അറിയപ്പെട്ട ഒരു കൊള്ളക്കാരനായിരുന്നു എത്രേ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആളുകളെ കൊള്ളയടിക്കുകയും ആളുകൾക്കിടയിൽ ഫുളൈലിന്റെ പേര് കേട്ടാൽ ഒരു ഭയം അങ്കുരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം കൊള്ളയടിച്ച് ഒരു വീട്ടിൽ കൊള്ളയടിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു സുന്ദരിയായ സ്ത്രീയെ അദ്ദേഹം കാണുകയും ഒരു രാത്രിയിൽ ആ പെണ്ണിന്റെ വീടിന്റെ മതിൽക്കെട്ടുകൾ ചാടിക്കിടന്ന് അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ഇദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്ത ആ വീടിന്റെ മതിലിൽ നിൽക്കുമ്പോൾ ഒന്നങ്ങോട്ട് ചാടിയാൽ ആ വീടിന്റെ മുറ്റത്തെത്തി, അത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ റൂമിലെത്താൻ കഴിയും. അപ്പോഴാണ് ആ വീടിന്റെ ഉള്ളിലുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഓതുന്നത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അത് ഫുളൈലിന്റെ മനസ്സിൽ മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഈ സംസാരം കേൾക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ശക്തമായ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുടെ ബോധം സന്നിവേശിപ്പിക്കേണ്ട വചനമാണ്. അലം യഅ്നി ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലയോ, അവർക്ക് മുഹൂർത്തമായില്ലയോ? എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയാൽ ഹൃദയം ഭയക്കാൻ അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ മനസ്സുകൾക്ക് സമയമായില്ലയോ? വിശ്വാസികൾക്ക് സമയമായില്ലയോ? ഫുളൈൽ ചിന്തിക്കുകയാണ് ആ മതിലിന് മുകളിൽ നിന്ന്, പടച്ചോനെ എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഞാനൊരു മുസ്ലിമാണല്ലോ, ഞാൻ ഖുർആനിന്റെ ആളാണല്ലോ, എന്നോടാണല്ലോ ഖുർആൻ അത് പറഞ്ഞത്. അങ്ങോട്ട് മതിൽ ചാടി കിടക്കേണ്ടതിന് പകരം ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തിരിച്ചിങ്ങോട്ട് ചാടി. അതിനുശേഷം തൗബ ചെയ്തു. ആരുടെയൊക്കെ സ്വത്തായിരുന്നോ കൊള്ളയടിച്ചിരുന്നത് അത് മുഴുവൻ ഫുളൈൽ ഇബ്നു ഇയാദ് തിരിച്ചു കൊടുക്കുകയാണ്. ആക്രമിക്കപ്പെട്ടവരിൽ നിന്ന് മുഴുവൻ പൊരുത്തം മേടിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ കിതാബുകൾ എടുത്താൽ, പ്രത്യേകിച്ച് തസവ്വുഫുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്താൽ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ സതുപദേശങ്ങൾ നിരവധി നമുക്ക് കാണുവാൻ കഴിയും. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, സഹോദരാ നിങ്ങൾക്ക് എത്ര വയസ്സായി? അയാൾ പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഫുളൈൽ പറഞ്ഞു, എന്നാൽ 60 വർഷമായി തസീറു ഇലാ റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ വിധിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണല്ലേ, അല്ലാഹു നിനക്ക് നിശ്ചയിച്ച ആ സമയത്തിലേക്ക് നീ എത്താനായല്ലേ? പെട്ടെന്ന് ഇയാൾ പറഞ്ഞു, ഇയാൾ ഫുളൈൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇയാൾ പെട്ടെന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും അങ്ങനെ പറയും. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ, ഒരു അപകടമുണ്ടായി എന്ന് കേട്ടാൽ, ഒരു പ്രയാസം കേട്ടാൽ നമ്മളും പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ചോദിച്ചു, സഹോദര
നിങ്ങളാ പറഞ്ഞത് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ പറഞ്ഞത്? മനസ്സിൽ തട്ടിയിട്ടാണോ നിങ്ങൾ പറഞ്ഞത്? അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഫുലൈൽ എന്നവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, നിശ്ചയമായും നമ്മൾ അല്ലാഹുവിനുള്ളവരാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്നമൻ അലിമ അന്നഹു ലില്ലാഹി അബ്ദുൻ വ അന്നഹു ഇലൈഹി റാജിഉൻ ഫല്യഅലം അന്നഹു മൗഖൂഫ്. ഒരാൾ അല്ലാഹുവിനുള്ളവനാണ് എന്നറിഞ്ഞാൽ, അല്ലാഹുവിലേക്ക് അവൻ മടങ്ങുന്നവനാണ് എന്ന് മനസ്സിൽ തട്ടിയാണ് അവൻ പറഞ്ഞത് എങ്കിൽ അതവൻ അറിഞ്ഞാൽ അവൻ തീർച്ചയായും അറിയേണ്ടത് അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്നവനാണ് എന്നതാണ്. പടച്ചവന്റെ മുമ്പിൽ നിർത്തപ്പെടുന്നവനാണ് എന്നൊരാൾ അറിഞ്ഞാൽ അന്നഹു മസ്ഊൽ, അവൻ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവനാണ് എന്നറിയട്ടെ. അങ്ങനെ ഒരാൾ അറിഞ്ഞാൽ ഫൽയഉദ്ദ ലിസ്സുആലി ജവാബാ, അവൻ ആ ഉത്തരം, അവൻ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരം നൽകും അതിനു വേണ്ടി അവൻ തയ്യാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫുലൈലിനോട് ഈ സംസാരിക്കുന്നയാള് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ അതിനെനിക്കൊരു ഉപായം പറഞ്ഞു തരൂ. എന്താണ് ഇതിനൊക്കെ മനസ്സിൽ വരാനുള്ള മാർഗം? ഫുലൈല് പറഞ്ഞു, യസീറ, അത് വളരെ ചെറുതാണല്ലോ. മാഹിയ, അതെന്താണ്? ഫുലൈൽ എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് വളരെ ഗൗരവമാണ് മുഅ്മിനീങ്ങളെ. ബൈത്തുൽ മുസാഅദക്ക് വേണ്ടി ഒരുക്കിയ സദസ്സിൽ റാസി ബാഖവി എന്നോട് മരണം പറയാൻ പറഞ്ഞത് മറ്റു വിഷയങ്ങളില്ലാത്തത് കൊണ്ടല്ല, അതൊരു വലിയ ചിന്തയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ വിചാരങ്ങൾ ഖൽബിൽ നിന്ന് അസ്തമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഫുലൈൽ എന്നവർ പറയാണ്, എന്താണിത് മനസ്സിൽ വരാനുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള മാർഗമെന്നറിയോ? തഹ്സുൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മളാ, ഇനി നീ മരിക്കുന്നത് വരെ നീ നല്ലത് ചെയ്തോ, എന്നാൽ കഴിഞ്ഞ കാലത്തുള്ളതൊക്കെ അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതാണ്. എത്ര വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണത്. ഇനി നിനക്ക് എത്ര കാലം ജീവിതമുണ്ടോ അറിയില്ല. ചിലപ്പോ ഒരു സെക്കൻഡ് ആവാം, ചിലപ്പോ ഒരു മിനിറ്റ് ആകാം, ചിലപ്പോ ഏതാനും ദിവസങ്ങളാകാം. ആ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് നീ അങ്ങ് തീരുമാനിച്ചോ, ഇനി ആ കാലം നീ ഏറ്റവും ഉത്തമമായ രീതിയിലേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബികളും നബിയും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് നബിയോട് പറഞ്ഞു, നബിയേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിമായി നബിയേ. എന്നിട്ട് നബിയോട് അയാൾ ഒന്നും സംസാരിക്കാൻ വേണ്ടി നിന്നില്ല. നബിയുടെ അടുക്കൽ നിന്ന് അയാൾ ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ സ്വഹാബികൾ ഒരു മനുഷ്യന്റെ മയ്യിത്ത് ഇങ്ങനെ എടുത്ത് നബിയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നവനാണ്. വലം യർകഅ ലില്ലാഹി റക്അ, അല്ലാഹുവിന് വേണ്ടി അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരു റുക്കൂഅ് പോലും ചെയ്തിട്ടില്ല. ഒരു സുജൂദ് എന്നല്ല, ഒരു റുക്കൂഅ് പോലും പടച്ചോന് വേണ്ടി ചെയ്യാതെ ഈ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നുവല്ലോ. എന്തുകൊണ്ട്? അയാൾക്കുണ്ടായ ഒരല്പസമയം അയാൾ നന്നായി ചെയ്തപ്പോൾ അതുവരെയുള്ള എല്ലാം അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തു. ഫുലൈൽ എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖിയ, ഇനി നിനക്കുള്ള സമയത്ത് നീ തെറ്റ് ചെയ്താൽ, ഇനിയുള്ള കാലത്ത് നീ സിനിമ കണ്ടാൽ, ഇനിയുള്ള കാലത്ത് നീ വ്യഭിചരിക്കാൻ പോയാൽ, ഇനിയുള്ള കാലത്ത് നീ ഹറാം കേട്ടാൽ, ഇനി നീ തെറ്റ് ചെയ്യാൻ പോയാൽ അഖദത ഫീമാ മളാ വമാ ബഖിയ, നിനക്ക് ഇനി എന്തൊക്കെ ഉണ്ടോ അതുകൊണ്ടും എന്തൊക്കെ കഴിഞ്ഞു പോയോ അതുകൊണ്ടും നിന്നെ അല്ലാഹു ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറയൂ, അല്ലാഹു കാക്കട്ടെ. ഇത്ര
ഇത്രയും കാലത്തെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അതുകൊണ്ടും ഇനി എന്തൊക്കെ വരാനുണ്ടോ അതുകൊണ്ടും അല്ലാഹു നിന്നെ ശിക്ഷിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു വൽ അഅമാലു ബിൽ ഖവാതീം, കാര്യങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്നത് മനുഷ്യന്റെ അവസാനം കൊണ്ടാണ്. ആലോചിച്ചു നോക്കുക. നമ്മൾ ഈ ഓർമ്മപ്പെടുത്തൽ എന്തിൻ്റെതാണ്? മരിക്കണം എന്നുള്ള ചിന്ത, മരണം എനിക്ക് വരാനുണ്ട് എന്നുള്ള ചിന്ത രൂഢമൂലമായവനിൽ നിന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് ദുന്യാവിൽ എന്തൊക്കെ രസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഓരോ അവയവങ്ങൾ കൊണ്ടും മനുഷ്യൻ ആനന്ദം കിട്ടുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ചെവി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത്. എൻ്റെ ഈ നാവ്, എൻ്റെ അവയവങ്ങൾ, എൻ്റെ ഹൃദയം, എൻ്റെ മറ്റുള്ള അവയവങ്ങൾ, ഇതുകൊണ്ടാണ് ഞാൻ ഈ സംസാരവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതൊക്കെ നമുക്കൊരു ലദ്ദത്താണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, അല്ലേ? നമ്മൾ ജോലി ചെയ്യും, നമ്മൾ എന്തൊക്കെ ആസ്വദിക്കുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു. എന്നാൽ അള്ളാന്റെ റസൂല് മരണത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? മരണത്തെ പേടിക്കുക എന്നുള്ളത് പറയാതെ അവിടുന്ന് പറഞ്ഞത് എന്താ? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും കൊന്നുകളയുന്ന മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ കൂട്ടണേ. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നമ്മുടെ അധ്വാനങ്ങൾ എന്തിനു വേണ്ടിയാണ്? എല്ലാം ആനന്ദത്തിന് വേണ്ടിയാണ്, ആഹ്ലാദത്തിന് വേണ്ടിയാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു ഡ്രൈവറെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മത്സ്യം പിടിക്കാൻ കടലിലേക്ക് പോകുന്ന ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരു മത്സ്യം പിടിക്കാൻ പോകുന്ന ആളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മിനിറ്റ് ഇരിക്കും. ഒരു മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരാൾ, ഒരു ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ, അവിടെ ഇരുന്ന മോനെ, ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ, ആ കഷ്ടപ്പാടുകൾ, ആ പ്രയാസങ്ങളെല്ലാം ഒരല്പസമയത്തെ ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ് ആനന്ദം? നല്ല ഉറക്കം, കുടുംബത്തോടൊപ്പമുള്ള നല്ല ജീവിതം, നല്ല ഭക്ഷണം. എന്നാൽ ഇതൊക്കെ അങ്ങില്ലാതെയായി പോവുകയാണ്. എവിടം മുതൽ? മരണത്തോടുകൂടെ. അവസാന ശ്വാസം വലിക്കുന്ന ആ സമയമുണ്ടല്ലോ, അതോടെ ഈ രസങ്ങളും ഈ സന്തോഷങ്ങളും ഈ ആനന്ദങ്ങളും എല്ലാം അസ്തമിക്കുകയാണ്. പടച്ചോനോട് കാക്കണം എന്ന് പറഞ്ഞിട്ട് ദ്വാരന്നിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? മരണത്തിൽ നിന്ന് അല്ലാഹു തആല ആരെയും കാക്കൂലല്ലോ. കാക്കോ? പടച്ചോനെ എന്നെ മരിപ്പിക്കല്ലേ, അങ്ങനെ ദ്വാരന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ദ്വാരക്കാറില്ലല്ലോ നമ്മൾ. എന്നെ മരിപ്പിക്കല്ലേ എന്ന് ദ്വാരക്കാറില്ല. കാരണം എന്താ? അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സൃഷ്ടികളും മരണത്തിന്റെ രുചി അനുഭവിക്കുന്ന അല്ലാഹു പ്രഖ്യാപിച്ചതാണ്. അതിൽ മലക്കുകൾ ഒഴിവില്ല, അതിൽ ജിന്നുകൾ ഒഴിവില്ല, അതിൽ മനുഷ്യരൊഴിവില്ല, അതിൽ ജീവജാലം ഒഴിവില്ല, അതിൽ ഈ പ്രപഞ്ചം ഒഴിവില്ല. എല്ലാവർക്കും മരണമുണ്ട്, അല്ലേ? എല്ലാവരുടെയും മരണശേഷമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരുടെയും മരണശേഷമാണത്. അതുവരെ അല്ലാഹു തആല ചില ആളുകൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കും. ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ, ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ പോലെ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖളിർ അലൈഹിസ്സലാമിനെ പോലെ പ്രവാചകന്മാരായ ആളുകൾക്ക്, അല്ലാഹു നിശ്ചയിച്ച ആളുകൾക്ക് അല്ലാഹു തആല ആയുർദൈർഘ്യം നൽകും. പക്ഷേ അവർക്കൊക്കെ മരണമുണ്ട്. മലക്കുകൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകിയിട്ടുണ്ട്. എല്ലാ മലക്കുകളെയും അല്ലാഹു മരിപ്പിക്കും ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച്. ജിന്നുകളെ അല്ലാഹു മരിപ്പിക്കും. മരണത്തിന്റെ വേദനയറിയാത്ത, മരണത്തിന്റെ രുചി അറിയാത്ത ഒന്നുമേ ഈ ലോകത്തില്ല. കുല്ലു നഫ്സിൻ
ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മരിക്കുമെന്നല്ല, മരണത്തിന്റെ രുചി അറിയുന്നതാണ്. കേവലം ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു ഭാഗത്തെ അതിന്റെ വേദനയുള്ളൂ. അത് ആ വേദനയുടെ ഒരനുഭവമാണ് ഒരു ഭാഗത്ത്. എല്ലാ ഭാഗത്തു നിന്നും ജീവന്റെ അംശങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ, റൂഹിനെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ, എന്താണ് റൂഹ് എന്നുത്തരം കിട്ടാത്ത അള്ളാഹുവിന് മാത്രമറിയാവുന്ന ആ ജീവനെ ശരീരത്തിൽ നിന്നിങ്ങനെ വലിച്ച് ഊരിയെടുക്കുമ്പോൾ ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിച്ചറിയുന്നതാണ് ഓരോ മനുഷ്യനും എന്ന് അള്ളാഹു പറയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. എങ്ങനെ? പടച്ചോനെ, ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹുവേ എന്നെ വേഗത്തിൽ മരിപ്പിക്കണമേ, അതല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി അവൻ സ്വയം മരണത്തെ തെരഞ്ഞെടുക്കുക, അതേറ്റവും നിഷിദ്ധമായ കാര്യമാണ്. ഇതൊന്നും പാടില്ലാത്തതാണ്. അള്ളാഹു എന്നെ മരിപ്പിക്കണേ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ മരണത്തെ ആഗ്രഹിക്കുക. വാപ്പ രോഗിയായി കിടക്കുകയാണ്, ഉമ്മ രോഗിയായി കിടക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ശത്രു, അവർക്ക് നേരെ മരണഭീഷണി മുഴക്കുവാനോ അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. ഒരാളോട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുക, ഒരാളുടെ കൊലപാതകത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുക, ഒരാളുടെ കൊലപാതകത്തിന് വേണ്ടി, ഒരാളുടെ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുക. മാക്സിമം വിശ്വാസികളെ ഞാനത് സാന്ദർഭികമായി പറയുകയാണ്. ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടത് സ്വന്തമാകട്ടെ, മറ്റുള്ള ഒരാളാവട്ടെ, ഒരു വിശ്വാസിക്ക് പാടുള്ള ഒന്ന് എന്താണെന്നറിയോ? ഹബീബായ റസൂലുള്ള പറയാണ്, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്. നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. കൂടാതെ കഴിയില്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ദുആ ചെയ്യലാണ്. എന്താണ് ആ ദുആ? അല്ലാഹുവേ, മരണമാണ് ഖൈറ് എങ്കിൽ മരണം തരണമേ. അങ്ങനെ ദുആരക്കാം. ചിന്തിക്കണം. ദയാവടത്തെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്ന കാലഘട്ടമാണ്. രോഗിയായി ഇങ്ങനെ കിടക്കുകയാണ്, ഇനി ഒരു രക്ഷയില്ല. മൂപ്പരെ തൽക്കാലം എന്തെങ്കിലും മരുന്ന് കൊടുത്തോ ഇഞ്ചക്ഷൻ കൊടുത്തോ അന്ന് കൊന്നുകളഞ്ഞാലോ. എത്രയോ നാടുകളിൽ ദയാവധം അനുവദനീയമാണ്. ഇന്ത്യ രാജ്യത്ത് അത് അനുവദനീയമല്ല. ഇന്ത്യയിൽ അത് അനുവദനീയമാക്കുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും കോടതികളിൽ പലപ്പോഴും പല ഹർജികളും വരാറുണ്ട്. പല സാഹചര്യങ്ങളിലും എത്രയോ കൊല്ലങ്ങളായിട്ട് രോഗിയായി കിടക്കുന്ന ആളുകളെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ദയാവധത്തിന് അനുവദിക്കാൻ വേണ്ടിയിട്ട്. പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ. അതെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുക എന്നല്ല, കൂടാതെ കഴിയില്ല എങ്കിൽ എന്നാ പറഞ്ഞത്. ഞാൻ അപ്പം അങ്ങനെ ദ്വയർക്കാണ് പഠിച്ചു, നിങ്ങൾക്ക് മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ. ഇതതിൻ്റെ സമയമല്ല. വല്ലാത്ത രോഗമായി പോയി, രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് തോന്നി. താൻ തന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒരു പ്രയാസം പോലെ തനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്തും എനിക്ക് മരണം തരണേ എന്നല്ല, പടച്ചോനേ മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെയുള്ള മരണം തരണമേ. അതല്ല ഹയാത്താണ് ഖൈറ് എങ്കിൽ അല്ലാഹുവേ നീ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കണമേ, ഹയാത്ത് കൊടുക്കണമേ. നമ്മൾ ആ അത്ഭുതങ്ങൾ കാണുന്നവരാണ്. എത്ര ആളുകളുണ്ട് എന്നറിയോ? എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനുണ്ട്, മരിക്കാന്ന് വിചാരിച്ചിട്ട് മക്കളും മരുമക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി, ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു. ആ സഹോദരൻ അത് പിന്നിട്ടിട്ട് 2 വർഷമായി. അയാൾ അതിനിടയിൽ ഒരു ഹജ്ജും 2 ഉംറയും ചെയ്തു. ആലോചിച്ച് നോക്കി നിങ്ങൾ. എനിക്കിപ്പോഴറിയുന്ന ഒരാളുണ്ട്, ഇപ്പോൾ അയാൾ രോഗിയാണ്. അള്ളാഹു മരണം ഖൈറാണെങ്കിൽ ആ സഹോദരന് മരണം ഈമാനോടെയുള്ള മരണം നൽകുമാറാകട്ടെ. പടച്ചോന്റെ ഓരോ കളികളാണ്, അള്ളാന്റെ വിധികളാണ്.
ഈ മനുഷ്യൻ മരിക്കുകയാണ് എന്ന് ഉറപ്പിച്ചിട്ട് എല്ലാ ഡോക്ടർമാരും അവധി പറഞ്ഞു. 2-3 ഡോക്ടർമാർ അവധി പറഞ്ഞു. ഒരു ഡോക്ടർ പറഞ്ഞു മാക്സിമം 4 ദിവസം. വേറെ ഒരു ഡോക്ടർ പറഞ്ഞു മാക്സിമം ഒരാഴ്ച. പള്ളിയിൽ ഉസ്താദ് വന്നത്രേ. ഉസ്താദ് ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ഈ ദിക്ർ 2000 തവണ ചെല്ലുന്നതിൻ്റെ ഉള്ളിലായിട്ട് മൂപ്പരെ അല്ലാഹു തആല മരിപ്പിക്കും എന്ന് മൂപ്പരും പറഞ്ഞു. ഗൾഫിൽ നിന്ന് മക്കൾ വന്നു, മരുമക്കൾ വന്നു. നാട്ടുകാരെല്ലാവരും മരണത്തിന് വേണ്ടി ഖബർ കുഴിക്കാൻ തയ്യാറായി. മരിച്ചാൽ എവിടെ കിടത്തണമെന്ന് തീരുമാനിച്ചു. എല്ലാം തീരുമാനിച്ചു. എത്രയോ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്നത്. ഇവരൊന്നും മരിച്ചിട്ടില്ല. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് മുഅ്മിനീങ്ങളെ. ഈ തീരുമാനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു കൈകടത്തലുമില്ല എന്നതോടൊപ്പം നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാകണം. മരണം അതിനു വേണ്ടിയുള്ള ഒരുക്കം വളരെ ശക്തമായി നമ്മൾ നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുക. അതെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അഥവാ തഖ്വ വർദ്ധിപ്പിക്കുക. മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് തഖ്വ വർദ്ധിപ്പിക്കുക. ഹൃദയത്തെ, കൽബിനെ വളരെ ശുദ്ധമാക്കുക. ആ കൽബിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരോടുള്ള എല്ലാ മോശമായ ഭാവങ്ങളെയും നമ്മൾ തുടച്ചു മാറ്റുക. സഹോദരിമാരെ, മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണത്. സ്വയം ചോദിച്ചു നോക്കുക, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ അസൂയ ആരോടെങ്കിലും ഉണ്ടോ? എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടോ, വിരോധമുണ്ടോ? എനിക്കാരോടെങ്കിലും വല്ലാത്ത, ഒരിക്കലും തീർത്താൽ തീരാത്ത എന്തെങ്കിലും ഒരു പ്രതികാരദാഹമുണ്ടോ? ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അതിനെയെല്ലാം മായ്ച്ചു കളയുക. സ്വയം ഉറപ്പുവരുത്തുക, റബ്ബേ, എന്റെ കൽബിന്റെ ഒരു രോഗവും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നില്ല. ശുദ്ധമായ കൽബാണ്, നല്ല ഹൃദയം. അങ്ങനെ ഹൃദയത്തെ ഒരുക്കി വെക്കുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പാതകങ്ങളുണ്ടോ ആ പാതകങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മുക്തി നേടുക. അതാണ്. കടം മേടിച്ചു, അവധി പറഞ്ഞിരുന്നു, അവധിയൊക്കെ തെറ്റി, കുറെ ചോദിച്ചിരുന്നു, അവസാനം അതങ്ങനെ വിട്ടുപോയി. ഇവന് കുഴപ്പങ്ങളൊന്നുമില്ല, കടക്ക് വീട്ടാനുള്ള സൗകര്യമുണ്ട്. ഈ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു വ്യക്തി മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റുക. അവനറിയാതെ അവന്റെ എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. മനുഷ്യർക്കിടയിലുള്ള ഭൗതികമായ എല്ലാ ബാധ്യതകളെയും നമ്മൾ അവസാനിപ്പിക്കുക. മരണത്തെ പേടിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ട പ്രക്രിയകളാകുന്നു ഇത്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ, നമ്മുടെ ചെറുപ്പകാലം മുതൽ എത്രയോ ഗീബത്തുകൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാകും, നമീമത്തുകൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. അതിന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. പടച്ചോനെ, അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ. അത് നമ്മൾ പറയാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്ന മനുഷ്യനോട് എന്നിട്ട് ഞാൻ നിങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, പുറത്തു തരണം എന്ന് പറയാൻ കഴിയുന്നതാണെങ്കിൽ അത് തന്നെ ചെയ്യാം. ഒരു പക്ഷേ അവർ മരിച്ചു പോയവരായേക്കാം, അതല്ലെങ്കിൽ അവർ നമുക്ക് സമീപിക്കാൻ കഴിയാത്തവരായേക്കാം. എങ്ങനെ? വലിയ നേതാവാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാരക്കുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മുക്തി നേടുക. അയൽവാസികൾ, കൂട്ടുകുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരെ, അപ്രകാരം പല രീതിയിലുള്ള വിദ്വേഷങ്ങളും നമ്മുടെ നാടുകളിൽ വെച്ചു പുലർത്തുന്നവരുണ്ട്. കാരണങ്ങൾ വേണമെന്നില്ല, നിസ്സാരമായ കാരണങ്ങൾ മതിയല്ലോ. സംഘടനാപരമായ, രാഷ്ട്രീയപരമായ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ കാരണത്താൽ അത് വ്യക്തിവിദ്വേഷത്തിലേക്ക്, കുടുംബപരമായ ആക്രമണത്തിലേക്ക് വരെ നീങ്ങിയ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ മോചനം നേടണം. കിട്ടിയ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം.
എത്ര ആളുകളുണ്ട് എന്നറിയോ? ആ ദേഷ്യത്തോടു കൂടെ തന്നെ അങ്ങനെ ജീവിക്കുന്നു. കല്ലിനേക്കാൾ കഠിനമായ ഹൃദയം. മരിക്കുന്ന രോഗമാണ്, മരണത്തിന്റെ രോഗത്തിൽ കിടക്കുമ്പോ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നവർ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ ജ്യേഷ്ഠന് കാണിച്ചു കൊടുക്കരുത്, പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത്, ഇന്നയാളെ എന്റെ വീട്ടിലേക്ക് കടത്തരുത്. മരിക്കുന്ന സമയത്ത് പോലും ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വിദ്വേഷം. എങ്ങനെയാ നല്ല മരണം കിട്ടും മുഅ്മിനെ? ആലോചിക്കണം. നമ്മൾ മരണത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ മരണത്തെക്കുറിച്ച് വിശ്വസിക്കാറുണ്ട്. മരിക്കും എന്നുള്ളതാണോ നമ്മളുടെ വിശ്വാസം? അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല, അത് ഉറപ്പ്. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ മരിക്കും എന്നുള്ളത് ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നവരല്ലേ? അതെല്ലാ മതക്കാരും വിശ്വസിക്കുന്നതാണ് മരിക്കും എന്ന് പറഞ്ഞാൽ. നമ്മളുടെ മരണം എന്ന് പറഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള വിശ്വാസം ഒന്നുകിൽ സന്തോഷത്തോടെയുള്ള മരണം, അതല്ലെങ്കിൽ കഠിനമായ സങ്കടത്തോടെ ദുഃഖത്തോടെയുള്ള മരണം. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ രീതിയിലാണ് മരിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് നല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണം നമുക്ക് അനുഭവിക്കാൻ കഴിയുക? അപ്പൊ നിങ്ങൾ കരുതും അതിന് കുറെ കാലം കഴിയട്ടെ, ഒരു 8-10 കൊല്ലം കഴിയട്ടെ. ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോ 65 വയസ്സായി, ഒരു 10 കൊല്ലൊക്കെ ഞാൻ ഉറപ്പായിട്ടുണ്ടാവും. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഒരു 10 കൊല്ലൊക്കെ ഞാൻ ഉറപ്പായിട്ടുണ്ടാവും. പ്രതീക്ഷയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോയത്. റാസിബാക്കയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോ ഞാനത് കേട്ടു. യാക്കൂബ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് പറഞ്ഞത്, ഹയാത്തിലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സജീവമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ യുവാക്കളെ കുറിച്ച് റാസിബാക്കവി പറഞ്ഞത് ഞാൻ കേട്ടു. ഈ വീടിന്റെ ഈ സ്റ്റേജിന്റെ തൊട്ടുബാക്കിലുള്ള സഹോദരനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെയൊക്കെ മരണം നമുക്ക് നൽകുന്ന വലിയ പാഠം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അവസ്ഥയും ഇതുപോലെയാണ്. എനിക്കും സമയമറിയില്ല, എനിക്ക് കാലമറിയില്ല. അതെവിടെ വെച്ചാണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകളാണ് റോഡപകടങ്ങളിൽ പെട്ടുപോയത്, എത്ര ആളുകളാണ് അപകടങ്ങളിൽ മരണപ്പെട്ടു പോയത്, എത്ര ആളുകളാണ് പെട്ടെന്നുള്ള മരണങ്ങളിൽപ്പെട്ട് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയത്. അവർക്ക് നമ്മെക്കാൾ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ, കൂടുതലുണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. അല്ലാഹു തമ്പുരാൻ അവരുടെ അജൽ അടുത്തെത്തിയപ്പോൾ ഒരാളും അറിയാതെ അവന്റെ അടുക്കലേക്ക് അവരെ തിരിച്ചു വിളിച്ചതാണ്. മുഅ്മിനീങ്ങളെ, അത് നമുക്ക് വലിയ പാഠാണ്. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് നന്നാവാം, എന്നിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാമെന്ന് ചിന്തിക്കല്ലേ. എത്രയും വേഗം ഇന്ന് തന്നെ അതിനുള്ള ഒരുക്കം, ഈ മജ്ലിസ് തന്നെ അതിനുള്ള ഒരുക്കത്തിന്റെ ഒരു ഭാഗമാകണം. പറയുന്ന എനിക്കതിന്റെ ഒരുക്കം വേണം, കേൾക്കുന്ന നിങ്ങൾക്കതിന്റെ ഒരുക്കം വേണം. പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരടയാളം പറഞ്ഞതറിയോ? ഫുജ്അത്തുൽ മൗത്ത്. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ലോകത്തിന്റെ മുത്ത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമാണെന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോളിൽ കൈയിട്ട ആളുകൾ, എന്റെ കൂടെ എല്ലാ പരിപാടികൾക്കും വന്നിരുന്ന, എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിതന്മാരെനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. അത്രയധികം എന്റെ സ്നേഹവും തിരിച്ചെനിക്ക് സ്നേഹവും നൽകിയ, എന്റെ കൂടെ എന്റെ നാട്ടിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച, എന്റെ കൂടെ സദാസമയവും ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നും അവന്റെ മരണത്തിന്റെ ആ പ്രയാസം അനുഭവിക്കുകയാണ്. ഞാൻ അവനെ ഓർക്കാത്ത ഒരു ദിവസമില്ല, ഞാൻ അവന് ഫാത്തിഹ ഓതാത്ത സമയമില്ല, ദിവസങ്ങളില്ല. അങ്ങനെ അത്രയും
എന്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ നാട്ടുകാരനാണ്, എന്റെ അയൽവാസികളിൽ ഒരാളാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ്. ഞാൻ ദാറുൽ ഹുദയിൽ പോയി. സിദ്ദീഖ് നാട്ടിൽ പ്രവർത്തിക്കുന്നയാളായിരുന്നു. നാട്ടിൽ അവൻ എല്ലാ പണികളും ചെയ്തു. SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു. അവൻ ഓട്ടോ ഓടിച്ചു. ഒരു STD ബൂത്ത് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കട തുടങ്ങി. അതിനിടയിൽ അവൻ ഇടക്കിടക്ക് ഗൾഫിൽ പോകും, പല ജോലികളും ചെയ്യും. ഇങ്ങനെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് നാട്ടുകാർക്കെല്ലാവർക്കും സുപരിചിതൻ. അതിനിടയിൽ എന്റെ കൂട്ടുകാരൻ SKSSFന്റെ ഭാരവാഹിയായി, ശാഖാ പ്രസിഡന്റ്, ശാഖാ സെക്രട്ടറി, അത് കഴിഞ്ഞ് മദ്രസയുടെ സെക്രട്ടറിയായി, അത് കഴിഞ്ഞ് പള്ളിയുടെ ഭാരവാഹിയായി, അത് കഴിഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായി. ഈ അവസാനം അവനായത് സുന്നി യുവജന സംഘത്തിന്റെ ഭാരവാഹിയാണ്. എനിക്ക് 33 വയസ്സാണ്. 32ാമത്തെ വയസ്സിലാണ് അവനതാകുന്നത്. അവനോട് ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോഴേ SYS ആയി പോയത്? നമ്മളൊക്കെ SKSSFകാരല്ലേ? അവൻ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ വലിയ ആളുകളായിട്ടുണ്ട്, നമുക്കൊക്കെ പ്രായമായിട്ടുണ്ട്. നാട്ടിൽ ഞങ്ങൾ മജ്ലിസുന്നൂർ സംഘടിപ്പിക്കും. മജ്ലിസുന്നൂറിന്റെ അന്ന് പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദുമാർക്ക് എല്ലാ മാസവും അവന്റെ വീട്ടിലാണ് ഭക്ഷണം. വലിയ ത്യാഗം സഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ, നാട്ടിലെത്തുന്നതിന്റെ മുമ്പ് അവൻ എന്നോട് വിളിച്ചു ചോദിച്ചു, മജ്ലിസുന്നൂർ എന്നാ നീ നാട്ടിലുണ്ടാവുക? ഞാൻ ഡയറി നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നമുക്ക് 2-ാം തീയതി മജ്ലിസുന്നൂർ നടത്താം. നല്ല മഴയുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു, നല്ല മഴയാണല്ലോ, അതുകൊണ്ട് വളരെ ചുരുക്കി നമുക്ക് മജ്ലിസുന്നൂർ കഴിച്ചാൽ മതി. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എന്തിന് നമ്മൾ ചുരുക്കണം, നമുക്ക് വിപുലമായി തന്നെ നടത്താം. പ്രിയപ്പെട്ടവരെ, എന്റെ കൂട്ടുകാരൻ അതിന്റെ ഫ്ലക്സ് ഉണ്ടാക്കി, അതിനാളെ വിളിച്ചു, എനിക്ക് അയച്ചു തന്നു. 31-ാം തീയതി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് 31-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും കാറിൽ കുറെ സഞ്ചരിച്ചു, പല സ്ഥലങ്ങളിലും പോയി, പലതും സംസാരിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. ഒരു 1 മണി സമയത്ത് അവന്റെ ഭാര്യ എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ ഒരസുഖവുമില്ലാത്ത എന്റെ കൂട്ടുകാരൻ, ആരോഗ്യമുള്ള എന്റെ കൂട്ടുകാരൻ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് അവൾ കണ്ടു. സംസം വെള്ളം എടുത്ത പെൺകുട്ടി ഭർത്താവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവന്റെ ചലനം നിലച്ചു. നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു. 2-ാം തീയതി മജ്ലിസുന്നൂർ നടത്തുമ്പോ എന്റെ നാട്ടുകാരും അയൽനാട്ടുകാരും മുഴുവൻ വന്ന്, നേരത്തെ റാസി ബാഖവിയുടെ പറഞ്ഞതുപോലെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി പ്രവർത്തിച്ച ആ കൂട്ടുകാരന് വേണ്ടി അള്ളാഹുവിനോട് കണ്ണീരോടെ ദുആ ചെയ്തു. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ പറയൂ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത്രയേ ഉള്ളൂ. പെട്ടെന്നുള്ള മരണം, ഒരാളോടും പറയാതെയുള്ള മരണം എത്ര അത്ഭുതകരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും അത് പ്രതീക്ഷിച്ചു നിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. തർക്കങ്ങളൊക്കെ തീരട്ടെ, കുഴപ്പങ്ങളൊക്കെ തീരട്ടെ, അല്ലെങ്കിൽ എന്താ, മരിക്കുന്ന ആ സമയം വളരെ കഠിനമായിരിക്കും. ചിന്തിക്കുക, നമ്മൾ നന്നായിട്ടില്ലേ? നമ്മൾ തഖ്വയിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തിട്ടില്ലേ? നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചുകൊള്ളുക. തമൂതൂന കമാ തഈശൂൻ. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും നിങ്ങളുടെ മരണമുണ്ടാവുക. അല്ലാഹു ഏറ്റവും വലിയ ഒരു സന്ദർഭമായിട്ടാണ് മരണസമയത്തിന്റെ ആ സന്ദർഭം ഉണ്ടല്ലോ, ആ സെക്കൻഡുകൾ, അതൊരു വല്ലാത്ത മുഹൂർത്തമാണ്. എങ്ങനെയായിരിക്കും മനുഷ്യന്റെ ആത്മാവിന്റെ ആ വേർപാട് സംഭവിക്കുക? അല്ലാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഖാബിദുൽ അർവാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അസ്റായീലിനെ അല്ലാഹു പറഞ്ഞേക്കും മരണത്തിന്റെ സമയത്ത്. ആ സമയത്ത് അസ്റായീൽ മാത്രമല്ല, നല്ലവരാണെങ്കിൽ ഏറ്റവും വലിയ ആനന്ദത്തോടെ, മോശക്കാരാണെങ്കിൽ അദാബിന്റെ ഏറ്റവും വലിയ ശിക്ഷ നൽകാൻ കെൽപ്പുള്ള മലായിക്കത്ത് വരും. ആ മലക്കുകൾ മരണപ്പെടുന്ന സമയത്ത് മനുഷ്യന്റെ കാൽപാദങ്ങൾ പിടിച്ചു വെക്കുന്നതാണ്.
കിതാബുകളിൽ കാണാം. അതുകൊണ്ടാണ് ചിലർ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത്. അതെങ്ങാനും പിടിച്ചു വെക്കുന്നില്ല എങ്കിൽ അവന്റെ ആ ഓട്ടം അത്രമേൽ ശക്തമാകുമായിരുന്നു. മരിക്കുന്ന ഒരു വ്യക്തി മലക്കുകൾ അവരെ പിടിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി എല്ലാ ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ടവർ ഉണർന്ന് എഴുന്നേറ്റ് ഓടുമായിരുന്നു. മരിക്കണ സമയത്ത് മലക്കുകൾ അവരെ പിടിച്ചു വെക്കുകയാണ്. മലക്കുകൾ ഇങ്ങനെ റൂഹിനെ വലിച്ചെടുക്കുകയാണ്. കാലിന്റെ പെരുവിരലിന്റെ അഗ്രത്തിൽ നിന്ന് ജീവന്റെ ഓരോ ഭാഗവും ഇങ്ങനെ പോരുമ്പോ അതികഠിനമായ വേദന മനുഷ്യൻ അനുഭവിക്കുകയാണ്. മുഅ്മിനേ, ഇത് അനുഭവിച്ചവരാരും നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. മരിച്ചവരാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? മരണത്തിന്റെ വേദന ഇന്നതാണെന്ന്, പ്രസവത്തിന്റെ വേദന പോലും ഇങ്ങനെയാന്ന് പറയാൻ കഴിയാത്തവരല്ലേ? ഒരു മുറിവിന്റെ വേദന നല്ല വേദന ഉണ്ടായിരുന്നു, അത്രയേ പറയാൻ പറ്റൂ. എന്നാൽ അതുപോലും മരണപ്പെട്ടതിന് ശേഷം ഒരാളും നമ്മോട് വന്ന് പറഞ്ഞിട്ടില്ല മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ട് എന്ന്. എന്നാൽ ആ വേദനയെക്കുറിച്ച് മഹാന്മാര് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 200 വാളുകൾ കൊണ്ട് ഒരു മനുഷ്യനെ ഒരേ സമയം വെട്ടുമ്പോൾ ആ മനുഷ്യന് എത്ര കഠിനമായ വേദനയുണ്ടാകുമോ, ഒരു നോർമൽ മരണസമയത്ത് ആ മനുഷ്യൻ ആ കഠിനമായ വേദന അനുഭവിക്കുകയായിരിക്കും. റസൂലുള്ള പറഞ്ഞല്ലോ, ആയിഷ ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന് കഠിനമായ വേദനയുണ്ട് ആയിഷ. വേദന അതികഠിനമാണ്. മലക്കുകൾ ഇങ്ങനെ വരും. ഈ മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ചത് അതിനനുസൃതമായിട്ട് അല്ലാഹു തആല അവന്റെ റൂഹിനെ കൊണ്ടുപോകും. മലക്കുകൾ അവന്റെ റൂഹിനെ കൊണ്ടുപോകും. എങ്ങനെയാ ജീവിച്ചത്? നിസ്കരിക്കുന്ന ആളായിരുന്നു, തഖ്വയുള്ള ആളായിരുന്നു, സൂക്ഷ്മത പുലർത്തിയ ആളായിരുന്നു. അവന്റെ നോട്ടം, അവന്റെ വാക്ക്, അവന്റെ നോക്ക്, ഈ കാര്യത്തിലൊന്നും അവന് യാതൊരു വിട്ടുവീഴ്ചയുണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നമുക്ക് അവകാശപ്പെടാൻ കഴിയോ? 24 മണിക്കൂറും ഓൺലൈനിൽ ഇരിക്കുന്ന നമ്മൾ, വാട്സാപ്പും ഫേസ്ബുക്കും ജീവിതത്തിന്റെ ഉപാധിയാക്കി മാറ്റിയ നമ്മൾ, അതിൽ പറയുന്നത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ജീവിക്കുന്ന ജീവികളായി മാറിയ പുതിയ തലമുറ, പറയാൻ പറ്റുമോ നമുക്ക്? അന്തസ്സോടെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ യോഗ്യതയുള്ള ആളുകളാണ് നമ്മളെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണം. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള എത്രയോ നല്ല ആളുകൾ, അവർക്ക് നമ്മളുടെ ഭാഷയിൽ അവർക്ക് ലോകം തിരിയില്ല. നമ്മുടെ ഭാഷയിൽ അവർ യോഗ്യതയില്ലാത്തവരാ. പക്ഷേ നമ്മൾ അവരുടെ മരണത്തെക്കുറിച്ച് കേൾക്കും. കലിമ ചൊല്ലിയാ മരിച്ചത് കേൾക്കാറില്ലേ? നമ്മളുടെ വല്യമ്മമാരെ കുറിച്ച്, വല്യപ്പമാരെ കുറിച്ച്, അവർക്ക് മൊബൈൽ ഫോണിന്റെ താളം പിടിച്ചിരുന്നില്ല, അവരുടെ കൈകളിൽ റിമോട്ട് ഉണ്ടായിരുന്നില്ല, അവർ വാട്സാപ്പിൽ അവർ ആർക്കും ചാറ്റ് ചെയ്തിരുന്നില്ല. അവർ അല്ലാഹുവുമായിട്ടാണ് ചാറ്റ് ചെയ്തത്, അവർ അല്ലാഹുവുമായിട്ടാണ് സംസാരിച്ചത്. അവർ രാത്രിയുടെ യാമങ്ങളിൽ ഇശാ നിസ്കരിച്ച നിസ്കാരപ്പായയിലിരുന്ന് യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞിരുന്നു. അവർ ഹദ്ദാദ് ചൊല്ലിയിരുന്നു. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ആരോടാ? നമ്മൾ കമന്റ് പറയുന്നത് ആരോടാ? നമ്മൾ സംസാരിക്കുന്ന ഗ്രൂപ്പുകളുടെ അവസ്ഥ എന്താ? ഞാൻ ആവർത്തിച്ചു പറയാണ്, ഇത് മുഴുവൻ തെറ്റാണ് എന്നോ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, അത് ഗുണപരമായി ഉപയോഗപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ തന്നെ അതിന്റെ അനുഭവസ്ഥനാണ്.
എന്റെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള CH സെന്റർ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. നാട്ടിലുള്ള പൊതുപ്രവർത്തകന്മാരും സാധാരണക്കാരും കൂടെ ചേർന്നൊരുക്കുന്ന ഒരു പ്രസ്ഥാനം. ഒരുപാട് പ്രവാസികൾ, നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സ്വരൂപണം നടത്തുന്നത് ഒട്ടുമിക്കതും വാട്സാപ്പിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, വാട്സാപ്പ് ഗ്രൂപ്പുകളും അതുപോലെയുള്ള സൗകര്യങ്ങളും തീർത്തും തെറ്റായ കാര്യങ്ങൾക്കെല്ലാം മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നത്. എന്റെ കൂട്ടുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവന് 2.5 വയസ്സായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. 2.5 വയസ്സായ അനാഥനായ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരാ ഉണ്ടാവുക? CH സെന്ററിന്റെ പ്രവർത്തകന്മാർ ഉണർന്നു. അവർ വാട്സാപ്പിലൂടെ അതുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തി. 10 ലക്ഷം രൂപ സ്വരൂപിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലൂടെ കേട്ട ആ വോയിസ് കേട്ട മുഴുവൻ ആളുകളും സഹകരിച്ചപ്പോ 10,80,000-ഓളം രൂപ അതിലേക്ക് വാഗ്ദാനങ്ങളായി സ്വീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഷെരീഫ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അവനൊരു വീടുണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ചപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ 10,000-ഉം 25,000-ഉം 50,000-ഉം തന്നു. അവന്റെ ആ വീടിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പൂർത്തിയാക്കുമാറാകട്ടെ. അത് മുഴുവൻ തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ വിനിയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അതിലൂടെ നിരവധി നടക്കാറുണ്ട്. ആലോചിച്ച് നോക്കേണ്ടതാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ വളരെ ഗൗരവമല്ലേ ഇത്? എന്നാൽ ഇത് ഹറാമായ കാര്യങ്ങൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെ, മരണത്തിന്റെ ആ സമയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. വളരെ കഠിനമായിരിക്കും. 1-2 ആയത്തുകൾ മാത്രം ഓതാം. അല്ലാഹ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. നിങ്ങളിലേക്ക് മരണം വരുന്നതിന്റെ മുമ്പേ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൊടുത്തോളൂ. നിങ്ങൾ പൈസ കൊടുത്തോളൂ, നിങ്ങൾ ആരോഗ്യം കൊടുത്തോളൂ, നിങ്ങൾ സമയം കൊടുത്തോളൂ. എന്തുകൊണ്ടെന്നാൽ മരണം വന്നു കഴിഞ്ഞാൽ അവൻ വിളിച്ചു പറയുന്നത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, എനിക്കൊരൽപ്പം സെക്കൻഡുകൾ നീ തരുമോ? അതാ പറയുന്നത്, ഒരൽപ്പം സെക്കൻഡുകൾ നീ തരുമോ? ഇല അജലിൻ ഖരീബ്. അത് പറയാത്തവരാരാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജീവിതം നയിച്ചു പോയ ആളുകൾ. നല്ലവരാണെങ്കിൽ റസൂലുള്ള പറയാണ്, അവർക്ക് മരണം കിട്ടുന്നത് ഒരു സമ്മാനമായിട്ടാണ്. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്. മുഅ്മിനായ മനുഷ്യന് ഒരു സമ്മാനമായിട്ടാണ് മരണം അനുഭവപ്പെടുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേടാ നമ്മൾ ആഗ്രഹിക്കുന്നത്? പടച്ചോനെ, സമ്മാനം അതാണോ? അതല്ല റബ്ബേ, എനിക്കൊരൽപസമയം തരുമോ? കാരണം എന്താ? അവൻ പേടിക്കാണ് റബ്ബേ സ്വത്തിന്റെ കാര്യത്തെക്കുറിച്ച്. അവൻ പേടിക്കാണ് റബ്ബേ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച്. ഒന്നും നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടില്ല. ഒരാൾക്കും നല്ലത് ചെയ്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല, ഖൈറായ കാര്യങ്ങളിൽ ചെലവഴിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ ദുന്യാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുക? നല്ലവനാണെങ്കിലോ അവൻ തയ്യാറായവനാണ്, ഹൃദയം ശുദ്ധമാക്കിയവനാണ്, ഭൗതികമായ ഒരു ഇടപാടുകളും അവനില്ല. അവന് മരണം ഒരു സമ്മാനമാണ്. ആ സമ്മാനമാണ് നമ്മൾ ശംസുൽ ഉലമയിൽ കണ്ടത്. ആ സമ്മാനം കിട്ടിയതാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയിൽ നമ്മൾ കണ്ടത്. ആ സമ്മാനമാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൽ കണ്ടത്. 4 ലക്ഷത്തിലേറെ വരുന്ന സത്യവിശ്വാസികൾ ഒരു മനുഷ്യന്റെ മരണം കേട്ടൊരു കുഗ്രാമത്തിലേക്ക് ഒഴുകിയത് ആ ഒരു അടയാളമല്ലാതെ മറ്റെന്താണ്? മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വാഴക്കാട്ടേക്ക്. അതാണ് സമാനമായിട്ട് നമുക്ക് നമ്മുടെ നാടുകളിൽ അറിയാവുന്ന മുഅ്മിനീങ്ങളുടെ ഒക്കെ അവസ്ഥ അതാണ്. അവർക്ക് മരണം ഒരു സമ്മാനമാണ്.
മലക്കുകൾ അവരുടെ അടുക്കൽ വരും. ഖുർആൻ പറയുന്നു, മലക്കുകൾ അവരുടെ അടുക്കൽ വന്ന് അവർക്ക് സന്തോഷം പറയാണ്. മരിക്കുന്ന മനുഷ്യനോട് സന്തോഷം പറയാണ്. അല്ലാത്തവനാണെങ്കിലോ അവനെ ആ മലക്കുകൾ കഠിനമായി പീഡിപ്പിക്കുകയാണ്. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. അതിനെക്കുറിച്ചാ പറഞ്ഞത്, വന്നാസിആതി ഗർഖാ. ശരീരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇഴുകിയിട്ട് റൂഹിനെ ഇങ്ങനെ വലിച്ച് നീന്തി തുടിച്ച ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചെടുക്കും. ചിന്തിച്ചു നോക്കൂ, ക്രൂരമായിട്ട് മലക്കുകൾ ശിക്ഷിക്കും. അവനോട് പറയും, നിനക്ക് സന്തോഷമല്ല. റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള മലക്കുകൾ മരിക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ വന്നിട്ട് അവനെ ചീത്ത പറയും. അവനോട് പറയും, ലാ ബുശ്റ, നിനക്കൊരു സന്തോഷവുമില്ലടാ. എത്രയെത്ര ചീത്ത സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്രയെത്ര മോശമായ അവസ്ഥകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. ശ്രദ്ധിക്കുക, വിട്ടുനിൽക്കുക, മനസ്സിനെ നന്നാക്കുക. ചീത്തയാളാണെങ്കിൽ അങ്ങനെ പറയും. മുഅ്മിനേ, നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ മീസാൻ കല്ലുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുമ്പോ ആ മീസാൻ കല്ലുകൾക്ക് ഇതുപോലെ ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടെന്ന് നമ്മളാരും വിസ്മരിക്കണ്ട. മീസാൻ കല്ല് പറയുന്നത് നമ്മോടൊരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ നിന്റെ മുകളിലും വരും ഇതുപോലൊരു മീസാൻ. നാളെ നീയും ഇവിടെ വരും, നാളെ നീ എന്റെ തൊട്ടടുക്കൽ വരും. മീസാൻ കല്ലിന്റെ സമീപത്താണ് ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പള്ളിയുടെ അകത്തളങ്ങളിലാണ് ഇന്ന് പരസ്പരം കലാപമുണ്ടാകുന്നത്. പള്ളിയുടെ അധികാരത്തിന് വേണ്ടിയാണ് പലരും പടപൊരുതുന്നത്. അതിനു വേണ്ടിയാണ് പലരും കുതന്ത്രങ്ങൾ മെനയുന്നത്. ആ പള്ളിയുടെ ചുറ്റുപാടുകളിലുമുള്ള മീസാൻ കല്ലിന്റെ അകത്ത് നിന്ന് നിന്റെ മുൻഗാമികൾ വിളിച്ചു പറയുന്നുണ്ട്, വേണ്ടടാ, ഇടികൂടല്ലേ, അടികൂടല്ലേ, നിനക്ക് എന്റെ കൂടെ വരാൻ കൂടുതൽ സമയമില്ല. ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കൂ. ആ മീസാൻ കല്ലുകൾ, ആ മലക്കുകളുടെ കഥകൾ നമ്മോട് പറയുന്നുണ്ട്. ആ മലക്കുകളുടെ വർത്തമാനം നമ്മോട് പറയുന്നുണ്ട്. അതിന്റെ അകത്തുള്ള മനുഷ്യൻ അനുഭവിച്ച വേദനകൾ നമ്മോട് പറയുന്നുണ്ട്. എന്തേ നമ്മുടെ കൽബുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സമയമായിട്ടില്ലയോ? ഗൗരവത്തോടെ നമ്മൾ ആ ചിന്തയിലേക്ക് മടങ്ങി വരിക അല്ലേ? നല്ലവരാണെങ്കിൽ മലക്കുകൾ വരും. എന്നിട്ട് എന്താ പറയാ? അല്ലാ തഖാഫു വലാ തഹ്സനു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റബ്ബേ. നിങ്ങൾ ദുഃഖിക്കണ്ടട്ടോ, നിങ്ങൾ പേടിക്കണ്ടട്ടോ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ട് എന്നാ പറയണത്. അപ്പൊ മരിക്കുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. മരിക്കുന്നയാള് പുഞ്ചിരിക്കും. ആ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പടച്ചോനെ, ഇയാൾ ഈമാനോടുള്ള മരണാണ്. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കുന്നത് മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നീ തൗഫീഖ് തരണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കണ്ണുകൾ നിറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക, ആർക്കാ കിട്ടുക അറിയില്ല. ലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് ഒരാൾ മരിക്കുക എന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയേയില്ല. ഏറ്റവും അസന്നിഗ്ധമായ ഒന്നാണ് മരണം അല്ലേ? അല്ലാഹു പറയാണ്, നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ ഫറൗഹും വറൈഹാൻ, അവന് നല്ല സുഗന്ധമായിരിക്കും, നല്ല ആശ്വാസമായിരിക്കും മരിക്കുന്ന സമയത്ത് അവൻ അനുഭവിക്കുക. ഒരു പേടിയും വേണ്ട, ഒരു ബേജാറും വേണ്ട. നമ്മൾ നോക്കി, ഓനക്കൊരു ബേജാറുണ്ടാവില്ല. ഓനോട് മലക്കുകൾ ഇങ്ങനെ പറയും,
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ, ഇർജിഇ, നീ വാ, ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ വാ, റാളിയതം മർളിയ, നിന്നെ അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ, നിനക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നീ വാ, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗത്തിൽ കടന്നോ, നീ എന്റെ അടിമകളോട് കൂടെ പോയിക്കോ. ഇന്ന് എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട്? നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾ. നമ്മുടെ കയ്യിൽ വാച്ചുണ്ട്, മോതിരമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, തലപ്പാവുണ്ട്, പോക്കറ്റിൽ പണമുണ്ട്, നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്. നിങ്ങൾ പറ, നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ഏതാണ് നിങ്ങൾക്ക് സ്വന്തമായി കൊണ്ടുപോവാൻ പറ്റുക? സ്വന്തമായി കൊണ്ടുപോകാൻ പറ്റുന്നത് ഏതാ? നിങ്ങളുടെ വീട് നിങ്ങളുടേതല്ലാതെയാകുമല്ലോ, നിങ്ങളുടെ ആഭരണങ്ങൾ നിങ്ങളുടേതല്ലാതെയാകുമല്ലോ, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടേതല്ലാതെയായി മാറുമല്ലോ. ആ ദിവസമല്ലേ മുഅ്മിനേ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്? അതിന്റെ ഓർമ്മകളല്ലയോ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്? ഒന്നുമല്ലാതെ നമ്മൾ ഒറ്റക്ക് പള്ളിക്കാട്ടിലേക്ക് യാത്രയാകുന്ന ആ ഒരു ദിവസം, അതാണ് മരണത്തിന്റെ ദിവസം. ആ വീടിന്റെ അന്തരീക്ഷം ഒന്നോർക്കാറുണ്ടോ നമ്മൾ? അന്ന് നമ്മൾ നമ്മുടെ കാണാൻ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ വരുന്നതോ നാട്ടുകാർ വരുന്നതോ അല്ല ഓർക്കേണ്ടത്. പടച്ചവനേ, മരണപ്പെട്ട ശേഷം നിന്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോൾ, എന്റെ ശരീരം ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എനിക്ക് കൂട്ടായിട്ട് എന്താണ് ഉണ്ടാവുക? അതാ ഓർക്കേണ്ടത്, അല്ലേ? പരം വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമുക്കുണ്ട് നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ, ഖബറെന്ന ഭയങ്കര വീട്ടിലേ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ ദിവസത്തെ ഓർത്താണ് മുഅ്മിനേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ ഹൃദയം സംസ്കരിക്കപ്പെടേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നല്ലവരാണെങ്കിൽ അവരുടെ റൂഹിനെ ഇല്ലിയീനിലേക്ക് കൊണ്ടുപോകുന്ന, ചീത്ത ആളുകളാണെങ്കിൽ അല്ലാഹു തആല ചീത്തയാളുകളുടെ ആത്മാക്കൾക്ക് തയ്യാറാക്കിയ ശിക്ഷയുടെ ലോകമായ സിജ്ജീനിലേക്ക് കൊണ്ടുപോകും. ശരീരം എവിടെയാണോ ഉള്ളത് അവിടേക്ക് അല്ലാഹു തആല അവന്റെ റൂഹുമായിട്ടൊരു ബന്ധം നൽകും. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളെയും ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളെക്കാൾ അറിയാനുള്ള കഴിവ് അല്ലാഹു തആല നൽകും. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുകയാണ്, ഇന്നൽ മയ്യിത യഅരിഫു മൻ യഗ്സിലുഹു വയഹ്മിലുഹു വയക്ഫുനുഹു. എല്ലാം മയ്യിത്തിന് അറിയാൻ കഴിയുന്നതാണ്. ആരാണ് കുളിപ്പിക്കുന്നത്, ആരാണ് അയാളെ ചുമക്കുന്നത്, ആരാണ് കഫൻ ചെയ്യുന്നത്, മയ്യിത്തിനറിയാത്തതായിട്ടൊന്നുമില്ല, മയ്യിത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. വമൻ യുദല്ലീഹി ഫീ ഹുഫ്റതിഹി, ആരാണ് തന്നെ ഇങ്ങനെ ഖബറിന്റെ അഗാധതയിലേക്ക് താഴ്ത്തി വെക്കുന്നത് എന്നറിയാത്ത ഒരു മനുഷ്യനും എന്നൊരു മനുഷ്യനുമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം